മത്സ്യ കർഷക ദിനത്തോടനുബന്ധിച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യ കർഷക സംഗമവും അവാർഡ് വിതരണവും നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.എം. അഹമ്മദ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.ഐ. സജിത, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ എന്നിവർ സംസാരിച്ചു. മത്സ്യകൃഷിക്കായുള്ള ഫണ്ട് ഏറ്റവും കൂടുതൽ വിനിയോഗിച്ച ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിനെ മികച്ച മത്സ്യകർഷക പഞ്ചായത്തായി ആദരിച്ചു. വിവിധ പഞ്ചായത്തിലെ മികച്ച മത്സ്യകർഷകരെ ആദരിക്കുകയുമുണ്ടായി. ഫിഷറീസിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് നാട്ടിക മത്സ്യഭവനിലെ അക്വാകൾച്ചർ പ്രൊമോട്ടർ എം.പി. കൃഷ്ണപ്രസാദ് വിശദീകരിച്ചു. ഫിഷറീസ് ജീവനക്കാരായ സുജിത് കുമാർ എം, സി.വി. വിനിഷ, കെ.എസ്. ശിൽപ, ടി.ജെ. അശ്വതി, നീതു സിജീഷ് എന്നിവർ പങ്കെടുത്തു. മത്സ്യം ശേഖരിച്ച് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മത്സ്യങ്ങൾ വളർത്തിയെടുത്തത് പുരാതന ഈജിപ്തിലൊക്കെയാണ് എന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം മറ്റൊരു വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് അങ്ങോട്ടാണ് മനുഷ്യൻ ഭക്ഷണത്തിന് ആവശ്യമായിട്ട് ഇത്തരത്തിലുള്ള മത്സ്യങ്ങളെ വളർത്താൻ തീരുമാനിച്ചതും അതിന്റെ കൃഷിയിലേക്കും ഒക്കെ കടന്നു. നമുക്കറിയാം, നമ്മൾ പല പേരുകളിലാണ് മത്സ്യം വളർത്തുന്നത്, പല പേരുകളിലും പല രൂപത്തിലും. ഏകദേശം 950 ഉൾനാടൻ മത്സ്യങ്ങള് ഈ കേരളത്തിനകത്തുണ്ട്. അതിൽ ഏറ്റവും വിപണിയിൽ ഏറ്റവും സാധ്യതയുള്ളത് ബ്രാൽ എന്ന് പറയുന്ന ബിലാൽ, അതേപോലെ തന്നെ നമ്മുടെ കളാഞ്ചി, തിലോപ്പിയൊക്കെ നമ്മളിവിടെ കഴിക്കുകയാണ്.